ഞങ്ങൾ മലയിടംതുരത്തിലെ താമസക്കാരുമായിട്ട് വളരെ ദീർഘനേരം എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അവരോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം അവരുടെ വക്കീലൂടെയുണ്ട്. അപ്പോൾ കേസിൻ്റെ നടത്തിപ്പിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വിഷയം എത്രയോ പതിറ്റാണ്ടുകളായി നടക്കുന്ന ഈ കേസിൽ ഞങ്ങൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്, സർക്കാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ഗവൺമെൻറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. AGക്ക് അതിനാവശ്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി സർക്കാരിന് ഇതിനകത്ത് ബോധിപ്പിക്കാനുള്ള, ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിന് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തും. ഈ കേസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ സർക്കാരിൻ്റെ വാദമുഖങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതുവരെ അങ്ങനൊരു ശ്രമം ഒരു സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവരുടെ കേസിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ നിന്നും ഇവർക്ക് ന്യായമായ ഒരു വിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായി വിധി ലഭിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഉറപ്പും സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ കുടുംബങ്ങളെ പെരുവഴിയിലാക്കുന്നതിനോട് സർക്കാർ യോജിക്കുന്നില്ല. കോടതി വിധി എതിരായി വന്നാൽ ഈ മുഴുവൻ കുടുംബങ്ങളെയും അവരുമായി സംസാരിച്ചുകൊണ്ട് വളരെ ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഒരു പുനരധിവാസ പാക്കേജ് സർക്കാർ അവരുമായി ഡിസ്കസ് ചെയ്ത് അത് തീരുമാനിക്കും, അത് നടപ്പാക്കും. ഒരു കാരണവശാലും അവരെ പെരുവഴിയിലാക്കുവാനായിട്ട് സർക്കാർ തയ്യാറാവുകയില്ല. ഇവരോടൊപ്പം എത്രയോ വർഷങ്ങളായി നടക്കുന്നൊരു കേസാണ്. ഇതുവരെ ഒരു ഗവൺമെൻറ്റും ഇതിനകത്ത് ഈ കോടതിയിൽ ഈ കേസിൽ ഒരു കക്ഷി ചേരുവാനോ അല്ലെങ്കിൽ ഇതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാനുള്ള വാദങ്ങൾ കോടതിയെ ബോധിപ്പിക്കുവാനോ പരിശ്രമിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ കേസിൽ സർക്കാർ ഇടപെടുകയും കോടതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനുമായിട്ടാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇല്ല, നമ്മൾ കോടതിയിൽ തിങ്കളാഴ്ച ഈ കേസ് കോടതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് സർക്കാർ അഭിഭാഷകർ ശ്രമിക്കും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കോടതിയുടെ തീരുമാനം വരുന്നത് വരെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാവില്ല. നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള മറ്റ് നടപടികളിലേക്കൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കമ്മീഷൻ്റെ കാര്യം നമുക്ക് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. പക്ഷേ പോലീസ് ഉൾപ്പെടെ ഇതിനകത്ത് കോടതിയെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. സർക്കാർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ വാദങ്ങളും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളുമൊക്കെ അത് കൃത്യമായി കോടതിയിൽ പറയാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച അത് നടത്തും. മറ്റ് ഇടപെടലുകളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകളൊന്നും ഉണ്ടാവുകയില്ല. അത് ആലോചിച്ച് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു ബലപ്രയോഗം ഉണ്ടായല്ലോ, ആ വിഷയം ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു. അതിൽ സർക്കാരിന് പറയാനുള്ളത് അല്ല, അത് സംസാരിച്ചിരുന്നു. അതിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ബലപ്രയോഗത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബലം പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പാവപ്പെട്ട ആളുകളെ നമുക്ക് ഇറക്കി വിടാനൊന്നും സാധിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിന് ഇവരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഇവരെ പെരുവഴിയിലാക്കാനായിട്ട് UDF സർക്കാർ തയ്യാറാവുകയില്ല. ഇവർക്ക് വേണ്ടിയിട്ട് ഈ കേസ് കോടതിയിൽ നടത്താൻ സർക്കാർ തയ്യാറാവുകയാണ് ആദ്യമായിട്ട്. അങ്ങനെ സർക്കാർ കോടതിയിൽ ഏതറ്റം വരെയും ഈ കേസിന് വേണ്ടിയിട്ട് പോകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കോടതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോടതിയിൽ നിന്നും അത്തരത്തിലൊരു തിരിച്ചടി അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പ്രതികൂലമായിട്ടൊരു വിധി വന്നാൽ നമ്മൾ അടുത്ത മാർഗവും പറയുകയാണ്. നമ്മളിവരെ അവരുമായി സംസാരിച്ച് അവർക്കും കൂടി സ്വീകാര്യമാവുന്ന ഒരു പുനരധിവാസ സംവിധാനം അത് നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള അദ്ദേഹം നിർദ്ദേശപ്രകാരമാണ് ഞാനും അതുപോലെ തന്നെ സ്ഥലം MLA ഞങ്ങളിന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര ഉപമന്ത്രിയും അതുപോലെ MLAയും ഞങ്ങളൊക്കെ ഈ വിഷയം സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നതും. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്,
ഏതെങ്കിലും കാരണവശാൽ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടായിട്ടില്ല എങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്.